കൈരളി ചാനൽ എന്നും മുൻപന്തിയിലാണ്. അത് എനിക്കറിയാം, നിങ്ങൾക്കറിയാം. ഈ അടുത്ത കാലത്ത് കൈരളി ചാനലിൽ വന്ന ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. ഏറെ വിവാദ വിഷയമായി തീർന്ന ആ അഭിമുഖത്തിൻ്റെ ഹാസ്യാവിഷ്കാരമാകട്ടെ ഇനി അടുത്തത്. ബാലരമയിലെ മായാവിയെ പോലെ, മൈഡർ കുട്ടിച്ചാത്തലിലെ കുട്ടിച്ചാത്തനെ പോലെ, അതുപോലെ മായാവിയിലെ മമ്മൂട്ടിയെ പോലെ ഒരു വ്യക്തിയാണ് ഇന്ന് എന്നെ മുമ്പിലിരിക്കുന്നത്. അദ്ദേഹം അദൃശ്യനാണെന്നാണ് എല്ലാവരും പറയുന്നത്. മിസ്റ്റർ പയസ്, താങ്കൾ എന്തിനാണ് ഇങ്ങനെ അദൃശ്യനായിട്ടിരിക്കുന്നത്? ഞാൻ താങ്കളെ തേടി മദ്രാസിലെത്തി, അവിടെ എനിക്ക് 3 ആഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതുപോലെ കോഴിക്കോടെത്തി, അവിടെ എനിക്ക് 2 ആഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്തിനാണ് താങ്കൾ ഇങ്ങനെ അദൃശ്യനായിട്ടിരിക്കുന്നത് പയസ്? അല്ല, നിങ്ങൾക്ക് വല്ല പ്രാന്തമുണ്ടോ ഈ അവിടെ ഇവിടെയൊക്കെ പോയി താമസിക്കാൻ? ഞാൻ ഉള്ളിടത്ത് വന്ന് താമസിച്ചാൽ എന്നെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഇന്റർവ്യൂ നടത്താൻ പറ്റുള്ളൂ. പയസ്, എന്റെ ചോദ്യം താങ്കൾ അദൃശ്യനായത് എന്തിനാണെന്നാണ്, അത് മാത്രം. ഈ മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ മാധ്യമങ്ങൾ, നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കണം. ഞാൻ അദൃശ്യനല്ല. താങ്കൾ മനഃപൂർവ്വം ഒളിച്ചിരുന്നിട്ട്? ഞാൻ എന്ത് ഒളിച്ചിരുന്നാ പറയുന്നത്? ഞാൻ എൻ്റെ കുട്ടികളുമായിട്ട് സാറ്റ് കളിക്കുകയാണ്, ഒളിച്ച് കളിക്കുന്ന സമയത്ത് ഒളിച്ചിട്ടല്ലേ ഇരിക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ പുറത്ത് വന്നതിനെ വെളിയിൽ വന്ന് കുട്ടികൾ കണ്ടിനെ ഗെയിമിൽ നിന്ന് ഔട്ടായി പോവില്ലേ? അതുകൊണ്ട് നമ്മൾ അദൃശ്യനായിട്ടിരുന്നു. അത് സംഭവം. പക്ഷെ നിങ്ങൾ ഈ മാധ്യമങ്ങളുടെ ഈ കുപ്രചരണങ്ങൾ ശരിയല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ 18ാമത്തെ വയസ്സിൽ ഒരു ചാക്കുമായി മദ്രാസിലേക്ക് നാട് വിട്ടതാണ് ഞാൻ. എൻ്റെ കഠിനമായ അധ്വാനം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പൊസിഷനിലെത്തിയത്. എന്തുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല? നിങ്ങൾ മാധ്യമങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത് ആദ്യം. താങ്കൾ മനഃപൂർവ്വം അദൃശ്യനായിട്ടില്ല? ഞാൻ അദൃശ്യനായിട്ടില്ല. എന്ത് താങ്കൾ വലിയ പൊസിഷനിലെത്തി. പൊസിഷനിലെത്തിയപ്പോൾ താങ്കൾ മനസ്സ് ഒരുപാട് വളർന്നു തോന്നുന്നു. ഒരുപാട് ധനസഹായം ഒക്കെ ചെയ്യുന്ന ആളാണ്. അത് ചെയ്യും. സ്പോർട്സിന് വേണ്ടി ഒരുപാട് പണം ചെലവാക്കും. സ്പോർട്സിന് വേണ്ടി ഒരുപാട് പണം ചെലവാക്കും. 10-60 ലക്ഷം രൂപ ഫുട്ബോളിന് വേണ്ടി ചെലവാക്കിയെന്ന് കേട്ടു. ശരിയാണോ പയസ്? 60 ലക്ഷം. ഞാൻ ഒരു പ്രാന്തനാണ്. അത് കണ്ടപ്പോഴേ തോന്നി എനിക്ക്. അത് പറയട്ടെ, നിങ്ങൾ മാധ്യമങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഇങ്ങനെ അതിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആളെ ഇട്ട് ഇങ്ങനെ വട്ടാക്കുന്ന ഒരു പരിപാടി, അത് ശരിയല്ല. ഞാൻ ഫുട്ബോളിന് പല പൈസകൾ കൊടുക്കുക. നിങ്ങൾ അറിയേണ്ട ആവശ്യം എന്താ? താങ്കൾ സ്പോർട്സിന് 1.5 കോടിയിലേറെ കൊടുത്തെന്ന് കേട്ടല്ലോ. 1.5 കോടിയിൽ കൊടുക്കും. ഇതും കൊടുക്കും, യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ഈ വണ്ടി ചെക്ക് കൊടുക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ ഈ കൊടുത്താലേ വണ്ടി ചെക്കായിരുന്നു? പിന്നെ അതെന്തായാലും പയസ് പുതിയ അറിവായിരുന്നു, താങ്കൾ കൊടുത്താലേ വണ്ടി ചെക്കായിരുന്നു. ഇത് സ്ഥിര ഏർപ്പാടാണോ ഈ വണ്ടി ചെക്ക് കൊടുക്കുന്നത്? ഇത് സ്ഥിര ഏർപ്പാടല്ല. പക്ഷെ നിങ്ങൾ ഈ മാധ്യമങ്ങൾ ഈ സ്ഥിര ഏർപ്പാടാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ ആളെ ഇട്ട് ഒട്ടാക്കരുത്. കാര്യം ഞാൻ പറഞ്ഞ, ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ മദ്രാസിലേക്ക് നാട് വിട്ടതാണ് ഒരു ചാക്കും കൊണ്ട്. എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട്, കഠിനമായ അധ്വാനം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ഈ സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടിൽ ഞാൻ എത്തിയിരിക്കുന്നത്. നിങ്ങൾ അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. പയസ്, ഞാൻ ചോദിച്ചോട്ടെ, ഈ മൊബൈൽ ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് താഴെയിട്ട് പൊട്ടിക്കുമ്പോൾ അത് കാണാൻ നല്ല രസമാണല്ലേ? താങ്കളുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ച് താഴെയിട്ട് പൊട്ടിച്ചു. ഈ മൊബൈൽ താഴെ വീണ് പൊട്ടുന്നതെല്ലാം കാണാൻ നല്ല രസമാണല്ലേ? ഞാൻ പറഞ്ഞു, താങ്കൾ മൊബൈൽ പൊട്ടിച്ചോ? ഇത് ഈ പത്രക്കാരൊക്കെ പരിപാടിയാണ്. ഈ ചാനലിലെ പത്രക്കാർ പറയാം, താങ്കൾ മൊബൈൽ പൊട്ടിച്ചോന്നോ? ഞാൻ മൊബൈൽ പൊട്ടിച്ചിട്ടില്ല. എൻ്റെ ഒരു ഫോട്ടോ ഒരാൾ മൊബൈലിൽ എടുത്തെന്നുള്ളത് സത്യമാണ്. അതൊന്ന് കാണാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായതാണ്. അല്ലാതെ ഞാൻ പൊട്ടിച്ചിട്ടില്ല. മനഃപൂർവ്വം ഞാൻ പൊട്ടിച്ചിട്ടില്ല. അന്ന് നിങ്ങൾ മനഃപൂർവ്വം പൊട്ടിച്ചോ എന്ന് ചോദിക്കുന്നത്? അല്ല, നിങ്ങൾ എന്താ, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ മനഃപൂർവ്വം എന്താ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ കാര്യങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എൻ്റെ 18ാമത്തെ വയസ്സിലേക്ക് ഞാനൊരു ചാക്കുമായി മദ്രാസിലേക്ക് നാട് വിട്ട് ഇന്ന് ഇത്രയും വലിയ എൻ്റെ കഠിനമായ അധ്വാനം കൊണ്ട് ഞാനൊരു സാമ്പത്തികമായ ചുറ്റുപാടിലെത്തി. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നല്ല ഗ്ലാമർ ഉണ്ടല്ലോ, അതുണ്ടാവും. പത്രത്തിലെ ഫോട്ടോ വന്ന് കാണാൻ നല്ല ചന്തമായിരിക്കും. പത്രക്കാർക്ക് ഫോട്ടോ കൊടുത്തില്ലേ? പത്രക്കാർ പറയുന്നത് പയസിന് ഫോട്ടോ കിട്ടാനില്ലെന്നാണ്. പയസിന്റെ ഫോട്ടോ നന്നായിരിക്കും. എന്റെ ഫോട്ടോ കിട്ടാനില്ലെന്ന് നിങ്ങൾ എന്താണ് പറയുന്നത്? എന്റെ ഫോട്ടോ കിട്ടാനില്ല. നിങ്ങൾ ആരൊക്കെ കേരളത്തിലെ ഒരു മനുഷ്യന്റെ ഫോട്ടോ കിട്ടാനെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക ഈ കാര്യങ്ങൾ? പത്രക്കാർ കിട്ടിയില്ലെന്ന് പറയുന്നു പയസ്. എന്താണ് ഈ പറയുന്നത്? പത്രക്കാർ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കും? നിങ്ങൾക്ക് ആരുടെയൊക്കെ ഫോട്ടോ വേണം? മമ്മൂട്ടിയുടെ ഫോട്ടോ വേണോ? മോഹൻലാലിന്റെ ഫോട്ടോ വേണോ? രജനീകാന്തിന്റെ ഫോട്ടോ വേണോ? നയൻതാരയുടെ ഫോട്ടോ വേണം? ഞാനിത് അപ്പം കൊടുക്കാം. നമ്മളിവിടെ നയൻതാരയെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. എന്റെ ഫോട്ടോ ഞാൻ പറയാം. അല്ലെ, ആരെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മിസ്റ്റർ ജോസ് ബ്രിട്ടാനിയ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഫോട്ടോക്ക് ഒന്നൊരു പണിയുമില്ല. നിങ്ങൾക്ക് മദർ ഭൂമി എന്ന് പറഞ്ഞൊരു പത്രത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറിയാം. ഈ മദർ ഭൂമിയുടെ ഓണറുടെ മകൻ സുമേഷ് എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ്. അത് ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അവനാണ് എന്നെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചത്. ഈ സൈക്കിൾ ഞങ്ങൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തവണ ഞങ്ങൾ വീണിട്ട് എൻ്റെ പുറത്ത് മുറിയായി. അത് വേണേ ഞാൻ കാണിച്ചപ്പോ വേണേ. അവന്റെ വീട്ടിൽ എന്റെ ഫോട്ടോ ഉണ്ടല്ലോ. അവന്റെ ഫോട്ടോ ഉണ്ട്. നിങ്ങൾക്ക് അത് അന്വേഷിക്കാമായിരുന്നില്ലേ? അതൊരു പത്രക്കാരന്റെ വീടല്ലേ? വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യും? ക്യാമറയുടെ കാശ് ചെലവാക്കിയതല്ലേ? ടെലികാസ്റ്റ് ചെയ്തല്ലേ പറ്റും? അല്ല, ടെലികാസ്റ്റ് ചെയ്തേ വിവരം അറിയും. എന്താ ഭീഷണിയാണോ? അങ്ങനെ ഞാൻ പറഞ്ഞതല്ല. ഭീഷണിയാണോ അതല്ല ഞാൻ പറഞ്ഞ സംഭവം. അതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എൻ്റെ കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ അങ്ങനെ തമാശ ചോദിച്ചു നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി. എൻ്റെ 18ാമത്തെ വയസ്സിൽ ഒരു ചാക്കുമായി മദ്രാസിലേക്ക് നാട് വിട്ടതാണ് ഞാൻ. എൻ്റെ കഠിനമായ അധ്വാനം കൊണ്ടും പ്രയത്നം കൊണ്ടും രാപ്പകലുള്ള പ്രയത്നം കൊണ്ടാണ് ഞാൻ ഇന്ന് സാമ്പത്തികമായ ഒരു ചുറ്റുപാടിലെത്തിയത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ താങ്കൾ ഇപ്പോഴൊരു പ്രഹേളികയായിട്ട് തുടരുകയാണല്ലോ.
എന്താണ് ഈ പറയുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? ഇതിലെന്ത് കാര്യമുള്ളത്? എനിക്ക് മനസ്സിലായില്ല. തുടരുകയാണ്. എന്ത് പ്രഹേളിക? എന്റെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ ഈ പ്രഹേളികന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം. മലബാറിലുള്ള നാട്ടുകാർക്കൊന്നും ഇതിന്റെ അർത്ഥം മനസ്സിലാവില്ല. അവരെന്ത് വിചാരിക്കും? എന്നെ നിങ്ങൾ എന്ത് തെറി വിളിച്ചെന്നാണ് അവർ കരുതുക? നിങ്ങൾ അതിന്റെ അർത്ഥം പറഞ്ഞു ഇല്ല, ഞാൻ തെറി വിളിക്കും. അല്ല, ഈ പ്രഹേളിക എന്താണ്? ഈ പ്രഹേളിക അത് പറഞ്ഞു കൊടുക്കണം. പ്രഹേളിക എന്ന് പറഞ്ഞാൽ പ്രായും ഹായും ലായും കായും ചേർന്നാണ് പ്രഹേളിക. നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാം. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. പ്രഹേളിക എന്താ നിങ്ങൾക്കറിയാം, എനിക്കറിയാം. അറിയില്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കരുത്, മനസ്സിലായോ? പൈസനെ കാണാൻ നല്ല ഗ്ലാമർ ഉണ്ട്, ശരീരം നന്നായിട്ട്, നല്ല ബോഡിയാണ്. ചോദിച്ചോട്ടെ, പൈസന് എത്ര കിഡ്നി ഉണ്ട്? എനിക്ക് ഒരു 3-4 കിഡ്നി ഉണ്ട്. 3-4 കിഡ്നി ഉണ്ട്. സാധാരണ മനുഷ്യന്മാർക്കല്ലേ 2 കിഡ്നി ആണ് പറയാറ്. ഇടയ്ക്കൊരെണ്ണം ഫെയിൽ ആവാറും ചെയ്യും. പക്ഷെ പൈസന് 4 കിഡ്നിയാന്ന് പറയുന്നു. അല്ല ജോസ് ബ്രിട്ടാനി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ മദ്രാസിലേക്ക് ഒരു ചാക്കുമായി നാട് വിട്ടതാണ്. എൻ്റെ കഠിന പ്രയത്നം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത്. അവിടെ നിന്ന് വരുമ്പോൾ എനിക്ക് 2 കിഡ്നി ഞാൻ അധികം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 2 കിഡ്നി പെട്ടെന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഈ പ്രതിവിധി വേണ്ട. അതിനുവേണ്ടി ഞാൻ ഒരു അഡ്വാൻസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ തന്നെ അത് സെറ്റപ്പ് ചെയ്തതാണ്. പക്ഷെ താങ്കൾ കിഡ്നി കച്ചവടമായിട്ട് യാതൊരു ബന്ധവുമില്ല. കിഡ്നി കച്ചവടമായി എനിക്ക് ബന്ധമില്ല. ഇഡ്ഡലി കച്ചവടമായി എനിക്ക് ബന്ധമുണ്ട്. കിഡ്നിയായിട്ട് പോലും ബന്ധം പോലും ഇല്ല എന്ന് പറഞ്ഞത്. കിഡ്നിയുമായി യാതൊരു ബന്ധമില്ല എന്ന് മാത്രമല്ല, ചട്നിയുമായി ബന്ധമുണ്ട്. ഈ ചട്നിയും ഇഡ്ഡലിയും പാടെ ഇങ്ങനെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാൻ മലബാറിലെ തട്ടുകടകളിലൊക്കെ കിട്ടും, നല്ല ടേസ്റ്റാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. അതാണ് എനിക്ക് മാധ്യമങ്ങളോട് എന്നും പറയാനുള്ളത് ഒരു കാര്യം. നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ മദ്രാസിലേക്ക് നാട് വിട്ടു, ഒരു ചാക്കുമായി. എൻ്റെ കഠിനമായ പ്രയത്നം, അധ്വാനം, രാപ്പകലുള്ള അധ്വാനം കൊണ്ടാണ് ഞാൻ ഇന്നീ പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. അതെന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? ഒരു ഓട്ടക്കാരിക്ക് 1.5 കോടിയോളം രൂപ കൊടുത്തു കേട്ടു. ഇത് സത്യമാണ്? എന്തിനാണ് 1.5 കോടിയോളം രൂപ ഓട്ടത്തിന് വേണ്ടി കൊടുത്തത്? അത് ഈ ഓട്ടവുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ മദ്രാസിലേക്ക് ഞാൻ നാട് വിട്ടത് ട്രെയിനിലോ ബസ്സിലോ കയറിയല്ല, ഓടിക്കൊണ്ടാണ്. ഞാൻ മദ്രാസിലേക്ക് ഞാൻ എത്തപ്പെട്ടത് തിരിഞ്ഞു നോക്കാതെ ഓടി. അങ്ങനെ ഓട്ടവുമായി എനിക്ക് വലിയൊരു ആത്മബന്ധമുണ്ട്. എനിക്ക് ഓട്ടവുമായിട്ട് ചാക്കുമായാണ് ഞാൻ ഓടിയെന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. താങ്കൾ കുറെ നേരെ പറഞ്ഞു ഒരു ചാക്കുമായി മദ്രാസിലെത്തി. ഈ ഒരു ചാക്കുമായി മദ്രാസിലെത്തിയാൽ എങ്ങനെയാണ് ഇത്രയും വലിയ സമ്പന്നനായത്? അത് വെറും ഒരു ചാക്കായിരുന്നില്ല. പിന്നെ ആ ചാക്കിനകത്ത് 500 കോടി രൂപയും 5000 പവൻ സ്വർണം എന്റെ നാട്ടിൽ നിന്ന് ഞാൻ മോഷ്ടിച്ച് അതിനുള്ളിലേക്ക് നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചാക്കുമായിട്ടാണ് ഞാൻ മദ്രാസിലേക്ക് നാട് വിട്ടത്. മനസ്സിലായ? നിറപറ ഗരം മസാല നിങ്ങൾക്കായി